ദൂരദർശന്റെ തത്സമയ വാർത്താ വിശകലന പരിപാടി വാർത്തകൾക്ക് പിന്നിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ വാർത്താ പ്രാധാന്യമുള്ള സംഭവങ്ങളിലേക്ക്. സംസ്ഥാനത്ത് H1N1 രോഗബാധയിൽ ആശങ്ക വേണ്ടെന്ന ഉന്നതതല യോഗം. അടിയന്തര നടപടികൾക്ക് 2 കോടി രൂപ അനുവദിച്ചു. നടപടികൾ തൃപ്തികരമെന്ന് കേന്ദ്ര സംഘം. രാജ്യത്ത് H1N1 പനിമരണം 17ആയി. വിമാനത്താവളങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കാൻ കേന്ദ്ര നിർദ്ദേശം. ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ സമർപ്പിച്ച റിട്ട് ഹർജി സുപ്രീം കോടതി മടക്കി. അപാകത പരിഹരിച്ച് ഹർജി വീണ്ടും നൽകാൻ നിർദ്ദേശം. വ്യാവസായിക വളർച്ചയിൽ വൻ വർധന. ജൂണിലെ വളർച്ചാ നിരക്ക് 7.8%. ഉപഭോക്തൃ സാധനങ്ങളുടെ ഉൽപാദന വളർച്ച 15.5%. മൂലധന ചരക്കുകളുടെ വളർച്ച 11.8%. ഉയർന്നു. സ്വകാര്യ പങ്കാളിത്തത്തോടെ സംസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനുകൾ വികസിപ്പിക്കുമെന്ന് റെയിൽവേ സഹമന്ത്രി ശ്രീ ഇ അഹമ്മദ്. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നീ റെയിൽവേ സ്റ്റേഷനുകളെ അന്താരാഷ്ട്ര നിലവാരമുള്ളതാക്കും. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സൈന നെഹ്വാൾ 3-ാം റൗണ്ടിൽ. പനമ്പള്ളിക്കും ഒ രാജഗോപാലിനും ശേഷം കേരളത്തിന് വീണ്ടും ഒരു റെയിൽവേ മന്ത്രി കൂടി. ശ്രീ ഇ അഹമ്മദ് റെയിൽവേ സഹമന്ത്രിയായതോടുകൂടി റെയിൽവേ സ്വപ്നങ്ങൾക്ക് വീണ്ടും ചിറകുകൾ വെച്ചു. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്ന സൂചനയോടെ ശ്രീ ഇ അഹമ്മദിന്റെ ജനസമ്പർക്ക യാത്ര നാളെ തിരുവനന്തപുരത്ത് എത്തുകയാണ്. പാത ഇരട്ടിപ്പിക്കൽ, വൈദ്യുതീകരണം, പുതിയ സോൺ തുടങ്ങി ആവശ്യങ്ങൾ അനവധി. സ്ഥലത്തിന്റെ ലഭ്യത, ഏറ്റെടുക്കുന്നതിന്റെ താമസം തുടങ്ങിയ വെല്ലുവിളികളും നിരവധി. വാർത്തകൾക്ക് പിന്നിൽ അന്വേഷിക്കുന്നു, കേരളത്തിന്റെ റെയിൽവേ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുമോ? ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ മുൻ കേന്ദ്ര റെയിൽവേ സഹമന്ത്രി ശ്രീ ഒ രാജഗോപാൽ സ്റ്റുഡിയോയിലും, KPCC ജനറൽ സെക്രട്ടറി ശ്രീ ജോസഫ് വാഴക്കൻ, അതുപോലെ തന്നെ ശ്രീ ഇ ടി മുഹമ്മദ് ബഷീർ MP, റെയിൽവേ ബോർഡ് മുൻ ചെയർമാൻ ശ്രീ MN പ്രസാദ്, റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ശ്രീ SK ജയകുമാർ എന്നിവരെ ടെലിഫോണിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ന്യൂസ് ഡെസ്ക് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.